വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്നേഹപൂർവമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ വളരെ ആധികാരികമായും ലളിതമായും പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനും ചിന്തകനുമൊക്കെയായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളമച്ചനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ രോഗിലേപനമായിരുന്നു ഈ കഴിഞ്ഞ 2 എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. ഇപ്പോൾ രോഗിലേപനത്തിലെ ഈ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി വീണ്ടും നമ്മൾ രോഗിലേപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിലാദ്യത്തെ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, ഈ രോഗിലേപനം നാം എപ്പോഴാണ് സ്വീകരിക്കേണ്ടത്, എപ്പോഴെല്ലാം സ്വീകരിക്കാം? കാരണം ഇത് അന്ത്യകുദാശ, ഒടുക്കിലത്തെ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് മരണനേരത്ത് സ്വീകരിക്കേണ്ട ഒരു കുദാശയാണോ? അതിൻ്റെ സാങ്കത്യം എങ്ങനെയാണ്? ഈ രോഗീലേപനം എന്നുള്ള വാക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വന്നത്. വത്തിക്കാൻ കൗൺസിലിൻ്റെ ശേഷം മറ്റേത് അന്ത്യകുദാശ. എങ്ങനെയുണ്ട്, നമ്മൾ ഒരാൾ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കാനുണ്ട്, എങ്ങനെയുണ്ട് ചേട്ടന്, അന്ത്യകുദാശ കൊടുത്തുവോ, ചേച്ചിക്ക് അന്ത്യകുദാശ കൊടുത്തുവോ, അമ്മാമ്മയ്ക്ക് എന്ന് ചോദിക്കും. മരിക്കാറായി എന്നാണ് എൻ്റെ അർത്ഥം. അന്ത്യകുദാശ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് കുറേശ്ശെ മാറി വരുന്നുണ്ട് ഇപ്പോൾ, ചിരീശെ. അത് മാറി വരാനുള്ള കാരണം തന്നെ ഈ രോഗീലേപനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒടുക്കലത്തെ ഓപ്പറേഷൻ എന്നുള്ള വാക്ക് ഇപ്പോൾ കുറച്ച് മാറിയിട്ട് രോഗീലേപനം എന്നുള്ള ആ വാക്ക് കൂടുതൽ പ്രയോഗത്തിലായി തുടങ്ങിയത് കൊണ്ടും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല മനുഷ്യൻ്റെ വീക്ഷണവും മാറി. ഇത് മരിക്കാൻ പോകുമ്പോൾ എടുക്കേണ്ട പാസ്പോർട്ടല്ല, അതിനു മുമ്പേ മരണത്തെ അഭിമുഖീകരിക്കാനും രോഗാവസ്ഥയെ നേരിടാനും നമ്മളെ സജ്ജമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രസാദവരത്തിൻ്റെ നീർച്ചാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അതിനുള്ള കാഴ്ചപ്പാടുകളിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രോഗീലേപനം രോഗമുള്ള ഒരവസ്ഥയിൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാരിക്ക് നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പോലെ ആവരുത്. ചെറിയ കോൾഡ് വരുമ്പോഴേക്കും രോഗിലേപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല. അതായത് ഗൗരവമായ ജീവനെ ബാധിക്കുന്ന ഗൗരവമായ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 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 റിസ്ക് ഫാക്ടർ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു അപകട സാധ്യത അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളായാലും ചിലപ്പോൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ 8 വയസ്സുള്ള ഒരു കുട്ടി ക്യാൻസർ, അത് നമ്മൾ എത്രയോ കേസുകൾ ഇന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രോഗീലേപനമൊക്കെ കൊടുത്തു എന്ന് വരാം. അപ്പോൾ രോഗങ്ങളുണ്ടായാൽ, അതും ഗൗരവകരമായ രോഗങ്ങളുണ്ടായാൽ അത് ഒരുപക്ഷെ മരണത്തിലേക്ക് നയിക്കാം എന്നുള്ളൊരു സാധ്യത കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് സാധാരണ, തൊട്ടടുത്താകണമെന്നില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ സാധാരണ ഈ രോഗീലേപനം കൊടുക്കുക. അത് വാർദ്ധക്യത്തിൽ സ്വീകരിക്കാം. ഇപ്പോൾ എനിക്ക് 60 വയസ്സായി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ഒരു കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വാർദ്ധക്യത്തിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർദ്ധക്യത്തിൽ ഞാൻ ഒരു വാസ്തവത്തിൽ ഈ യാത്ര അവസാനിപ്പിക്കാനുള്ള ഒരുക്കമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ ശേഷിക്കുന്ന ജീവിതത്തെ ഞാൻ ദൈവോന്മുഖമായി തന്നെ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന് എന്നെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ള ഒരു രീതിയിൽ, അതിനുള്ള പ്രസാദപരം കൂടുതൽ എന്നിൽ വന്നു ചേരാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ എനിക്ക് വേണമെങ്കിൽ വാർദ്ധക്യത്തിൽ കുറച്ച് ക്ഷീണമൊക്കെ വന്നു, കുറച്ച് ക്ഷീണമൊക്കെ ആയി, ഇനി നമുക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഏതെങ്കിലും നേരത്ത് പിടിയിന്ന് പോകാം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിൽ തുടങ്ങാം. പിന്നെ അതുപോലെ മരിക്കത്തക്ക സാഹചര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നീട്ടിവെക്കരുത്. മരിക്കാനുള്ളൊരു റിസ്ക് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പലപ്പോഴും രോഗീലേപനം സ്വീകരിക്കുന്നവരുണ്ട്. ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശസ്ത്രക്രിയയാണെങ്കിൽ അതിനു മുമ്പ് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. ചിലപ്പോൾ ചില കേസുകളിൽ ഡോക്ടർമാർ പറയില്ലേ, അറിയിക്കേണ്ടവരോടൊക്കെ ഒന്ന് പറഞ്ഞോളോ, അല്ലെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് എഴുതി തരണം, ഇതിൽ ചെറിയ റിസ്ക് ഉണ്ട്, ഒരു 10% റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസാകുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ ഈ ഉറക്കത്തിൽ പോയിട്ട് തിരിച്ച് വരണമെന്നില്ല. ഇപ്പോൾ നമ്മൾ തൊണ്ടിപ്പറമ്പലച്ചനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നേ. ഈ ഫ്ലോറിൽ അച്ഛൻ്റെ വിജുവും കൂടി ആയിരുന്നല്ലോ ഈ എമിഷൻ കൊണ്ടുപോയിരുന്നേ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരുങ്ങിപ്പോയൊരു മനുഷ്യനാണ് എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ്മെൻ്റ് എല്ലാം എഴുതി വെച്ച്
ഞാൻ മരിക്കുകയാണെങ്കിൽ ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ ഒരുങ്ങി അദ്ദേഹം പണ്ട് ഞങ്ങളെ സെമിനാരിൽ പഠിപ്പിക്കുന്ന അവസരത്തിൽ പിള്ളേരോട് പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് മരിക്കുകയാണെങ്കിൽ ജെറൂസലത്ത് മരിക്കണം, കർത്താവിൻ്റെ നാട്ടിൽ മരിക്കണം. ഏതാണ്ട് മരിക്കാൻ പോയ പോലെയാണ് പുള്ളി അവിടേക്ക് പോയി. ജെറൂസലത്ത് വെച്ച് ലാസ്റ്റ് രാവിലെ പോരാനായിട്ട് ഒരുങ്ങി 4:30 5:30 എണീച്ചിട്ട് അവർ എയർപോർട്ടിലേക്ക് പോകേണ്ടതാണ്. 3:30 ആവുമ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് വേദന വന്നു. അദ്ദേഹം ആദ്യമേ ചെയ്തത് തൊട്ടടുത്തൊരു അച്ഛൻ അതിലുണ്ടായിരുന്നു, ചെറുപ്പക്കാരൊരു അച്ഛൻ. ആ അച്ഛൻ്റെ മുറി പോയിട്ട് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. ആൾക്ക് രോഗിലേപനവും അതൊരു കൂടെ നടത്തി ഉണ്ടാവും, പക്ഷേ തൈലുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുമ്പസാരവും പാപമോചനമൊക്കെ സ്വീകരിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി മരണം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കൂടെ അപ്പോഴേക്കും എല്ലാവരും എണീറ്റു. അവരോടെല്ലാം പറഞ്ഞു, ഇനി നമ്മൾ അവിടെ വെച്ച് കാണാട്ടാന്ന്. അത്രയും പുള്ളി കോൺഷ്യസ് ആയിരുന്നു. 20 മിനിറ്റ് നേരം ആംബുലൻസിൽ പോയി ആശുപത്രിയിൽ എത്രയാണ് മുമ്പ് ആൾ മരിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു ഒരുങ്ങുന്ന മനുഷ്യരുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തെ കാണുക എന്നുള്ളത് സന്തോഷമായിട്ട് മരണത്തിലേക്ക് നടന്നെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു ഒരുക്കമാണ് വാസ്തവത്തിൽ ഈ കൂദാശ ചെയ്യുന്നത്. ഇപ്പം ഇനി ഒരു പ്രാവശ്യം സ്വീകരിച്ചിട്ട് ആൾ പിന്നെ വടിയായില്ല എന്ന് വിചാരിക്കുക. തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പടായില്ല, അവൻ വീണ്ടും എണീറ്റ് നടക്കുവാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കൊല്ലം മരിച്ചിരുന്നു. പക്ഷേ ആൾ 15 കൊല്ലം മുമ്പ് പോലെ മരിക്കാൻ പോയത്, ഏതാണ്ട് ഓപ്പറേഷൻ കൊടുത്തതാണ് ഞാൻ പോയിട്ട്. പക്ഷേ ആൾ അവിടുന്ന് പിന്നെ മാതാവ് എനിക്ക് 15 കൊല്ലം കൂടി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് നടക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും അങ്ങനെ വീണ്ടും തിരിച്ചു വരുന്നവരുണ്ട് രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്. അങ്ങനെ വന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുമ്പോൾ വീണ്ടും സ്വീകരിക്കാം. പക്ഷേ നമ്മൾ കൂടെ സ്വീകരിക്കരുത്. ഇപ്പോൾ ആദ്യ പ്രാവശ്യം ഒരു കോവിഡ് വന്നു, 2ാം വേവ് വന്നു, 3ാം വേവ് വന്നു. ഇങ്ങനെ എപ്പോഴും 6 മാസത്തിൻ്റെ ഗ്യാപ്പെങ്കിലും വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ ആഴ്ചയിൽ പോയിട്ട് അടുത്തടുത്ത് 2 ദിവസം കഴിയുമ്പോൾ പോയി കുമ്പസാരിക്കുന്ന ആൾക്കാർ പോലെ രോഗിലേപനം പോയി ഇങ്ങനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ശരിയായ അർത്ഥമല്ല. അതിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുത്തും. അപ്പോൾ ഒരു അസുഖം വന്നു, അത് മാറി ഇനി വേറൊരു മാരകമായ അസുഖം വരികയാണെങ്കിലും ആൾക്ക് സ്വീകരിക്കാം. ഇനി ഒരേ അസുഖം തന്നെ അത് കൂടുതൽ ഇപ്പോൾ ഈ ലിവർ സെറോസിസ് ഒക്കെ ഇതുപോലത്തെ ഒരു പ്രശ്നമാണ്. ലിവർ സെറോസിസ് എന്ന് ധാരാളം പേർക്ക് വരുന്നുണ്ട്. പല വെള്ളമടിക്കണോണ്ട് മാത്രമൊന്നുമല്ല, പലതരം ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ടും ഒക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ആദ്യം അതിന് പല സ്റ്റേജസും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ വെയിൻസ് എല്ലാം പൊട്ടാൻ തുടങ്ങും, ഉള്ളിൽ ബ്ലഡ് പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ സോഡിയം കൂടും, ആൾ ബോധക്ഷയമാവും. അപ്പോൾ ഒക്കെ വീണ്ടും ആൾ ചിലപ്പോൾ തിരിച്ചു വരും, വീണ്ടും കുറച്ച് നാൾ ജീവിക്കും. അപ്പോൾ ഒരേ രോഗത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ തന്നെ ഒരു വലിയ മരണാവസ്ഥ കാണുകയാണെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു മരണത്തിൻ്റെ അവസാനമായി മാത്രം സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ല. നല്ല ഓർമ്മയൊക്കെ ഉള്ളപ്പോൾ നല്ല മനോഭാവത്തോടുകൂടെ നന്നായിട്ട് ഒരുങ്ങി തന്നെ ഈ കൂദാശ സ്വീകരിക്കാനായിട്ട് നല്ലതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ മന്ദബുദ്ധികളായ അങ്ങനെ മെൻ്റലി മന്ദബുദ്ധികൾ എന്ന് പറയാൻ പാടില്ലെന്ന്, മെൻ്റലി ചലഞ്ച് എന്നൊക്കെയാണ് നമ്മൾ പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓർമ്മ ഇല്ലാണ്ട് കിടക്കണ ചില ആൾക്കാർ കോമയിലേക്ക് പോകും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയില്ല, തല ഇങ്ങനെ അനക്കണുണ്ട്, ഉള്ളിൽ ബോധമുണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രോഗിലേപനം കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ, കൊടുക്കാമോ എന്ന് ചിലവരൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സഭ പറയുന്നത് തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞ ഒരാൾ സർട്ടിഫൈഡ് ആയി കഴിഞ്ഞ ആൾക്ക് രോഗിലേപനം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ഓർമ്മ അബോധാവസ്ഥയിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു, നമുക്ക് പുറമേക്ക്, പക്ഷേ ആൾക്ക് ഉള്ളിൽ ബോധമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ഒരു ആൾ ആഗ്രഹിച്ചിരുന്ന ഒരാളാണെന്ന് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ, ഈ മനുഷ്യൻ സുബോധാവസ്ഥയിലായിരുന്നെങ്കിൽ, ഈ സ്ത്രീ സുബോധാവസ്ഥയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രോഗിലേപനം ആവശ്യപ്പെട്ടേനെ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾ അത് ചോദിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് വന്ന ഒരു അപകടം കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു പ്രിസംഷനിൽ, ആ ഒരു മുൻകൂട്ടിയുള്ള നമ്മുടെ ധാരണയുടെ വെളിച്ചത്തിൽ ബോധമില്ലാത്ത ആൾക്കാർക്കും കൊടുക്കാം. ഇപ്പോൾ മന്ദബുദ്ധിയാണ് പറഞ്ഞ പോലെ മെൻ്റലി ചലഞ്ചഡ് ആണെങ്കിലും ഇത് തന്നെ, അവർക്ക് നല്ല ഒരു ഓർമ്മയുള്ള ആളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആളും ദൈവത്തിൻ്റെ ഈ പ്രസാദവരം സ്വീകരിച്ചനെ എന്നുള്ള ആ അർത്ഥത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അച്ഛൻ പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം ഈ ഇപ്പോൾ ബോധം ഇല്ലെങ്കിൽ പോലും അബോധാവസ്ഥയിലാണ്, കോമ സ്റ്റേജിലൊക്കെ ആണെങ്കിലും ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ശരീരത്തിൻ്റെ എന്നാണ് ബോധിക്കും ബോധമൊന്നും ഇല്ലെങ്കിലും ആത്മാവ്, ജീവനുള്ളൊരു ആത്മാവുണ്ട്. ആത്മാവാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടതും
വിശുദ്ധിയിലേക്ക് വളരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ബിജു പറഞ്ഞത്. അതായത് നമ്മുടെ മനസ്സ്, സെൽഫിനപ്പുറത്തുള്ള സോൾ, ആ ആത്മാവ് എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർ കൂടുതൽ ഓർക്കാൻ ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷനും വളരെ നല്ലതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ വൈദികർ മാത്രമാണ്, അഭിഷിക്തരാണ് നമ്മൾ രോഗിലേപനം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അത് വിശ്വാസികൾക്ക് കൊടുക്കാൻ പറ്റില്ലാത്തത്? മറ്റേ സഭയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ, ചില നൂറ്റാണ്ടുകളിലൊക്കെ വിശ്വാസികൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിശ്വാസികൾക്ക് കൊടുക്കാവുന്ന ഒരു കുദാശയല്ലേ, എന്നത് കൊടുത്തുകൂടെ? ആദ്യകാലങ്ങളിൽ 8-ാം നൂറ്റാണ്ട് വരെ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ചെയ്തിരുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അത് 8-ാം നൂറ്റാണ്ടോടുകൂടി ഒരു കൂദാശയായതിനു ശേഷം ആ ഒരു പതിവ് നിർത്തലാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രോഗീലേപനത്തിന് പാപമോചനത്തിൻ്റെ ഒരു അധികാരം കൂടി അതിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും രോഗീലേപനം കൊടുക്കുന്നതിന് മുമ്പ് പാപമോചനം നൽകുന്നത്. അപ്പോൾ ഈ പാപം മോചിക്കാനുള്ള ആ അധികാരം, അല്ലെങ്കിൽ ഈ രോഗീലേപനം നടത്താനുള്ള ആ അധികാരം പ്രകടമായിട്ട് കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ തന്നെ നേരിട്ട് പെട്ടതാണ്. ആ അധികാര പരിധിയിൽ തന്നെ പെട്ടതാണെന്ന് സഭ ഒരു 8-ാം നൂറ്റാണ്ടിന് ശേഷം ഇതിന് രൂപം വന്നപ്പോൾ കുറേ കൂടി ബോധവധിയാവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ അഭിഷേകം ചെയ്യപ്പെട്ട മെത്രാനോ, അന്നും നമ്മളൊരു കാര്യം നേരത്തെ പറയുണ്ടായി, അഥവാ വിശ്വാസികൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനുപയോഗിക്കുന്ന തൈലം മെത്രാനോ പുരോഹിതനോ പരികർമ്മം ചെയ്തതായിരിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മൾ മെത്രാന്മാർ പരികർമ്മം ചെയ്ത ആ തൈലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യ സന്ദർഭങ്ങളിൽ അച്ഛന്മാരിത് അങ്ങനെ ചെയ്യുന്നുമുണ്ട്. പക്ഷേ വിശ്വാസികളെ അത് ഏൽപ്പിക്കാത്തതിൻ്റെ കാരണം ഇതിനോടൊപ്പം പാപമോചനം നൽകപ്പെടുന്ന ഒരു പ്രക്രിയ കൂടി ഈ കൂദാശകളുടെ ഉള്ളിൽ അന്തർരാമിയായിട്ട് കുടികൊള്ളുന്നു. അല്ലെങ്കിൽ പലപ്പോഴും നല്ല ബോധാവസ്ഥയിലാണെങ്കിൽ പാപമോചനം ആദ്യം നടത്തി, കാരണം മാരകമായ പാപാവസ്ഥയിൽ രോഗീലേപനം സ്വീകരിക്കരുത്. അതുകൊണ്ടാണ്. അപ്പോൾ പാപം മോചിക്കാനുള്ള അധികാരം ഈ പൗരോഹിത്യത്തിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് പൗരോഹിത പട്ടം സ്വീകരിച്ച ആളുകളിലേക്കാണ് അത് റിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആദ്യമ കാലങ്ങളിൽ ഈ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിലും ഒരു കുദാശ എന്ന തരത്തിലേക്ക് സഭ അത് ഔദ്യോഗികമായി പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത കാലം മുതൽ ഇത് പാപമോചനം ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അത് പൗരോഹിത്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രോഗീലേപനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ 8-ാം നൂറ്റാണ്ടിന് ശേഷം അത് ആ ഒരു കൂദാശയുടെ പൂർണ്ണ രൂപത്തിലേക്ക് വളർന്നപ്പോൾ വ്യക്തിപരമായിട്ട് കൊടുക്കപ്പെടുന്ന കൂദാശകളുടെ അവസരങ്ങളുണ്ട്, സമൂഹമായിട്ട് കൊടുക്കുന്ന അവസരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ സാമൂഹ്യപരമായിട്ട് ഒരു കളക്റ്റീവായിട്ടൊരു വലിയ ജനത്തിനെ ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ വിരളമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്നത്. കൂടുതലും രോഗീലേപനം നൽകുന്നത് ആസ്പത്രിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ അവരുടെ വീട്ടുകാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ പള്ളിയുടെ പ്രതിനിധികളായിട്ടുള്ള ആരെങ്കിലും അച്ഛനോ കൂടിയാണ് കൊടുക്കുന്നത്. അത് അങ്ങനെയുള്ള ശുശ്രൂഷയിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ രീതികളും, അതേസമയം ഇതൊരു വലിയ ആഘോഷമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-70 വയസ്സൊക്കെ ആയ ആളുകൾ ഒരുവിധം പ്രായത്തിലെത്തി, ഇനി അങ്ങനെ ഇപ്പോൾ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി ഇങ്ങനൊരു കൂദാശ സ്വീകരിക്കുമ്പോൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ എന്തായാലും അതിലൊരു 7 പ്രധാനപ്പെട്ട വശങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രാരംഭ പ്രാർത്ഥന ഉണ്ടാവും. 2, അതിൽ ഈ പാപസങ്കീർത്തനത്തിനുള്ളൊരു അവസരം ഉണ്ടാവും. കുമ്പസാരം വ്യക്തിപരമായിട്ട് ചില അവസരങ്ങളിൽ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇങ്ങനെ വെവ്വേറെ കുമ്പസാരിപ്പിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ രീതിയിലുള്ളൊരു അനുതാപ ശുശ്രൂഷയായിരിക്കും അങ്ങനെയുള്ള ചടങ്ങുകൾ. നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ് ആ രീതിയിൽ. പക്ഷേ വ്യക്തിപരമായി കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം കുമ്പസാരിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഒരു വചന വായന ഉണ്ടാവും. ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ജെയിംസിൻ്റെ യാക്കോബ് ലീഗയുടെ ലേഖനത്തിൽ നിന്നുള്ള ആ വചനഭാഗം നമ്മൾ വായിച്ചതുപോലെ, ഞാൻ കർത്താവ് അന്ന് രോഗികളെ ശുശ്രൂഷിച്ച സൗഖ്യം നൽകിയ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു ഭാഗം വായിക്കുകയും അതിനെക്കുറിച്ച് ചെറിയൊരു ധ്യാനം അല്ലെങ്കിൽ പറയുകയും 2 വാക്ക് പറയുകയും, നല്ല ഓർമ്മയുള്ള ഒരു ഓഡിയൻസ് ആണെങ്കിൽ അത് ചെയ്യും. അതിനുശേഷം നടക്കുന്നത് തൈലാഭിഷേകമാണ്. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥന, അത് കഴിഞ്ഞ കുമ്പസാരം, അത് കഴിഞ്ഞ വചന ശുശ്രൂഷ, അത് കഴിഞ്ഞ് തൈലാഭിഷേകം കഴിഞ്ഞ് അതിന് ശേഷം പിന്നീട് നടക്കുന്നത് കൈവെപ്പ് പ്രാർത്ഥനയാണ്. കാരണം അതൊക്കെയാണ് ഇത് പുരോഹിതരിലേക്ക് കൂടുതൽ റിസർവ് ചെയ്തിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രത്യേകമായി ഈ വ്യക്തിക്ക് നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണത്.
അപ്പോൾ ആ കൂദാശയിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട പൗരോഹിത്യം സ്വീകരിച്ച ഒരാൾ തന്നെ ആ കയ്യൊപ്പ് ശുശ്രൂഷ, ആ പ്രാർത്ഥന, അതിലെല്ലാവർക്കും പങ്കുകൊള്ളാം തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞ് കുരിശ് മുത്തിക്കുക എന്ന് പറയുന്നത്, അതായത് ഇനി ഈ ലോകത്തോട് ബന്ധമൊന്നുമില്ല, ഈ ലോകത്തോട് ഇനി ബന്ധമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയിട്ടില്ല. ഇപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ നമ്മുടെ വേളാകൊമ്പിലച്ചൻ റോയച്ചൻ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ച് ഒന്ന് അറിഞ്ഞൂടാ, എന്നെ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഇറച്ചി കഴിക്കണില്ല. അപ്പോൾ കാരണം ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇറച്ചി കഴിക്കാണ്ടിരിക്കുക എന്നുള്ള ഒരു പ്രായം ഇപ്പോൾ എൻ്റെ അത്രയൊന്നുമില്ല അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം, ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇതാണ്, ചില കാര്യങ്ങളോടൊക്കെ മരിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു 25 കൊല്ലം നന്നായിട്ട് ഇറച്ചി കൂട്ടിയതല്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ മതി. അപ്പോൾ ഈ മരിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് തോന്നില്ലേ, എനിക്ക് അധികാരം മതി, എനിക്ക് പണം മതി, എനിക്ക് ഇത്രയൊക്കെ മതി, അത് എനിക്ക് വലിയ ബഹളങ്ങളൊന്നും വേണ്ട, എനിക്കിനി സമാധാനം മതി, എനിക്ക് സന്തോഷം മതി. അപ്പോൾ പൈസ വേണ്ട, അധികാരം വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ഭക്ഷണത്തിലെ സുഖലോലുപത എനിക്ക് വേണ്ട, ലൗകികമായ സുഖങ്ങൾ വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള ഓരോ തരം മരണങ്ങൾ നമ്മൾ നടത്തണം അല്ലേ? അങ്ങനെ നടത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ വലിയ മരണത്തിലേക്ക് വരുന്നത്. അതിനുവേണ്ടിയാണ് ഈ കുരിശ് മുത്തിക്കുന്നത്. കുരിശ് എന്നുള്ളത് വലിയൊരു രഹസ്യമാണ്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരണം. അപ്പോൾ നമ്മുടെ ഈ കൂദാശ അത് അനുഷ്ഠിക്കുന്ന സമയം, ആ സ്വീകരിക്കുന്ന ആളുകളുടെ രോഗത്തിൻ്റെ അവസ്ഥ, അത് ജനങ്ങൾ ഒരു വലിയൊരു സമൂഹത്തിനാണെങ്കിൽ ഇത് വളരെ ആഘോഷമായ കുർബാന നടത്തിയിട്ട് നല്ലൊരു വചനപ്രഘോഷണവും ഒരു പിതാവൊക്കെ തന്നെ അന്ന് വന്ന് അവിടെ അങ്ങനെ ഒരു കർമ്മം നേരിട്ട് നടത്തുകയാണെങ്കിൽ നല്ല കാര്യം. കാരണം ഒരു ഇടവകയിലോ അല്ലെങ്കിൽ ഒരു രൂപതാ തലത്തിൽ 10, 200, 400 പേര് ഒരുമിച്ച് കൂടി രോഗീലേപനം സ്വീകരിക്കുന്ന മനോഹരമായ ചടങ്ങ് നമുക്ക് നടത്താം. പക്ഷെ നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊന്നും അത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എടാ നീ അന്ത്യകൂദാശ സ്വീകരിച്ചില്ലേ, ഇവന് സാധനം ലൈസൻസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇപ്പം നമ്മുടെ ഇടവകളിൽ പ്രത്യേകിച്ച് ഈ സീനിയർ സിറ്റിസൺ ഫോറങ്ങളുണ്ട്. ഒരു 70 വയസ്സൊക്കെ കഴിയുന്നവരെ അവരൊന്ന് മനസ്സിലാക്കി ഒരു മനോഹരമായിട്ടൊരു ചടങ്ങ് നടത്താൻ പറ്റും. ഇതുപോലെ അവരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് അവരെ ഒരുക്കി, അപ്പോൾ ഒരു മരിക്കാൻ പോകണമെന്നുള്ള കുദാശ എന്ന അർത്ഥത്തിലല്ലാതെ തന്നെ മനോഹരമായ ഒരു ആഘോഷമായ ഒരു കുദാശയായിട്ട്. പക്ഷെ അത് പേടിയാവും എല്ലാവർക്കും. കാരണം അന്ത്യകുദാശ സ്വീകരിച്ച ആൾക്ക് പിന്നെ കമ്മിറ്റിയിൽ മെമ്പറാവാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇവന് ടിക്കറ്റ് കിട്ടിയിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ഇത് വിട്ടുപോയിട്ടില്ല. പിന്നെ ഈ ഇതിൽ തന്നെ കൂദാശ കൊടുക്കുമ്പോൾ ഈ തൈലം പുരട്ടിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവും ഈ രോഗികളെയൊക്കെ സുഖപ്പെടുത്തിയ അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം ഒരു വാക്കുച്ചരിക്കുന്നുണ്ടല്ലോ, നിൻ്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നീ സുഖം പ്രാപിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആൾ സ്പർശിക്കും ആളുടെ മേത്തൊന്നും അല്ല കണ്ണിൽ ചില അവസരം നമ്മൾ കാണുന്നുണ്ട് തുപ്പിയിട്ട് ഒരു ചെളി ഉണ്ടാക്കി അങ്ങനെ തുടങ്ങി. അപ്പോൾ അതായത് ഒരു റിച്വൽ, ഒരു പ്രതീകങ്ങളുടെ ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ കർത്താവ് തന്നെ എപ്പോഴും ചെയ്തിട്ടുണ്ട്. പാപങ്ങൾ മോചിക്കലുമുണ്ട്. അപ്പോൾ അങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ കർത്താവ് ചെയ്ത ജസ്റ്റേഴ്സൊക്കെ ഇപ്പോഴും നമ്മൾ ഈ രീതിയിൽ പല രീതിയിലൂടെ ഈ 7 തലങ്ങളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹമായിട്ട് അത് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുങ്ങിയാൽ തന്നെ നമ്മളെല്ലാവരും അതെ കുറേ കൂടിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം, ഞാനിപ്പോൾ ഐസ്ക്രീം കഴിക്കില്ല, കൊതിയില്ലാണ്ടല്ല, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊണ്ടയ്ക്ക് പെട്ടെന്ന് കോൾഡ് വരികയാണ്. അപ്പോൾ നമ്മൾ നിർത്തുവാണ്, മതിയെന്ന് വേണ്ടാന്ന് വെച്ചിട്ടല്ല, പക്ഷേ ആഗ്രഹമുണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം കോൾഡ് വരും. അപ്പോൾ നമ്മൾ അതിനോട് മരിച്ചു. ഇങ്ങനെ ഓരോ കാര്യത്തിൽ ചില ഭക്ഷണങ്ങളോട് മരിക്കുന്നു, ചില സുഖങ്ങളോട് നമ്മൾ മരിക്കുന്നു. അപ്പോൾ അങ്ങനെ മരിക്കാൻ തന്നെ നല്ലതാണ് ഈ കൂദാശ വളരെ സോളമായിട്ട്. അതായത് കുമാരനാശാൻ്റെയൊക്കെ കവിതകളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാണ് നമ്മുടെ ഈ ഇച്ഛയൊന്ന് മാറിക്കിട്ടുക എന്ന് കുമാരനാശാൻ പലപ്പോഴും പാടുന്നുണ്ട്. കുഞ്ഞുണ്ണിയുടെ കവിതകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആശാപാശങ്ങളോടുള്ള മരണം, ആ മരണത്തിലൂടെ വേണം നമ്മൾ ഈ വലിയ മരണത്തിന് ഒരുങ്ങാൻ. കാരണം അത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലുള്ള ഒരു പങ്കുചേരലാണ്. എന്നാലേ നമ്മൾ ഉയർപ്പിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ.
അത് അച്ഛൻ പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ ധ്യാന ഗുരുവായിട്ടുള്ള ജോസഫ് അച്ഛൻ ഇങ്ങനെ തമാശയൊക്കെ പറയുമ്പോൾ പറയും, ചില പുരുഷന്മാരുടെയൊക്കെ ചില ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ മരിച്ചാൽ 5 മിനിറ്റ് കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞ പോലെ പുള്ളി തമാശ പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് കൊടുത്താൽ ഒരുപക്ഷെ നമ്മുടെ സീനിയർ സിറ്റിസൺസൊക്കെ പലപ്പോഴും അവർക്കൊക്കെ ഭയങ്കര പരാതികളാണ്. അല്ലെങ്കിൽ എൻ്റെ മക്കൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ പ്രായമായിട്ടും പലതും വിട്ടുകൊടുക്കാൻ മടിയുള്ളവരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ബോധവൽക്കരിച്ച് ഇങ്ങനെ ഒരു സംഗതി ഇത് ഒരുമിച്ച് ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് സ്വീകരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ പ്രശ്നം വരും. പക്ഷേ ഒരു ഇടവക മുഴുവൻ ഉള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അത് എല്ലാവരും കൂടി പൊതുവായിട്ട് സ്വീകരിക്കുക. അത് തന്നെയല്ല, ഈ രോഗീ ലേപനത്തെ നന്നായിട്ട് കാറ്റഗൈസ് ചെയ്യാനായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഇടവതലത്തിൽ അങ്ങനെയൊക്കെ അതിനെ ഒരു നല്ല ആന്തരികമായ ഒരുക്കത്തിൻ്റെ, ആത്മീയമായ ഒരുക്കത്തിൻ്റെ ഒരു ശുശ്രൂഷയായിട്ട് അതിനെ അവതരിപ്പിക്കാനും അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ ആ വ്യക്തി തന്നെ കടന്നു പോവുകയും, ഇപ്പം നമ്മൾ ചില ആളുകൾ കാണുന്നുണ്ട്, ചില ആൾക്കാരൊക്കെ ടെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എഴുതിയിട്ട് ഞാൻ മരിച്ചാൽ ഇന്ന കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നെല്ലാം കൃത്യമായി എഴുതി കഴിഞ്ഞിട്ട് പാടേണ്ട പാട്ടും പ്രസംഗമടക്കം റെക്കോർഡ് ചെയ്ത് വെച്ച് മരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അത്ര ഒരുങ്ങിയ ആളുകളാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചർ മാറി മാറി വരുന്നു. പക്ഷേ ഇത് ഒരു കൂദാശയാണ്, വെറുതെ ഒരു അന്ത്യ ചടങ്ങല്ല. ഇത് കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് പ്രവേശിക്കാൻ, കർത്താവിൻ്റെ മരണത്തിൽ പങ്കുകാരാകുന്ന ആ നിത്യതൈലം ശരീരത്തിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പുത്രനുമായി നിത്യകവാടത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കടക്കുന്ന ഒരു കൂദാശയാണിത്. അച്ഛനെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, ഈ രോഗിലേപനം സ്വീകരിക്കേണ്ട വ്യക്തി കുമ്പസാരിച്ച് ഒരുങ്ങി വേണം സ്വീകരിക്കാനെന്നുള്ളത്. അതൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ. ചില സാഹചര്യങ്ങളിലൊന്നും നമുക്കതിന് സാധിക്കാതെ വരികയില്ലേ. ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരാൾ, ഒരു കോമ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ഒരാൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗം കൊടുക്കേണ്ട അയാൾ ഒരുപക്ഷെ ഒരു പരസ്യമായിട്ടുള്ള ഒരു പാപിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരാളും കൂടിയാണെന്ന് വിചാരിക്കുക. പക്ഷേ എങ്ങനെയാണ് അയാൾക്ക് കുമ്പസാരം എന്നുള്ള കൂദാശ സ്വീകരിച്ചിട്ട് ചെയ്യാൻ കഴിയുക? അല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ, അതായത് ഈ കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ആ രോഗിയുടെ അവസ്ഥകൾ, ഇതിനനുസരിച്ച് സഭ അത് പരികർമ്മം ചെയ്യുന്ന രീതിയിലും വലിപ്പ ചെറുപ്പങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഞാനൊരു 7 പ്രധാനപ്പെട്ട അതിൻ്റെ വശങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുകയും എന്നിട്ടൊരു അനുതാപ ശുശ്രൂഷ ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ പോകുന്ന ഒരാൾ പകുതി കോമയിൽ കിടക്കുകയാണ്. ആ ആളെ നമുക്ക് ഒരിക്കലും കുമ്പസാരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യക്തി സുബോധ അവസ്ഥയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് മാത്രമേ അദ്ദേഹം ഈ രോഗീലേപനം സ്വീകരിക്കൂ. അല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കുമ്പസാരം, ഒരു അച്ഛനെ കാണാനും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തേനെ എന്ന് നമ്മൾ പ്രിസ്യൂം ചെയ്യുകയാണ്. ഈ രോഗീലേപനം എന്ന് പറയുന്ന ആ കൂദാശയ്ക്ക് തന്നെ ഒരു പാപമോചനത്തിൻ്റെ അധികാരം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വൈദികരിലേക്ക് റിസർവ് ചെയ്തത് എന്ന് ഞാൻ പറയണ്ടായി. പക്ഷേ അതേസമയം ഒരു മാരകപാപങ്ങളായ കാര്യങ്ങളുണ്ടെങ്കിൽ, ലഘുപാപങ്ങളൊക്കെ ആണെങ്കിൽ അത് ഈ രോഗീലേപനത്തിൽ തന്നെ അത് കടന്നു പോകുന്നതാണ്, അതിൻ്റെ ഗൗരവം ഇല്ലാത്തത് കൊണ്ട്. അതേസമയം മാരകമായ പാപങ്ങൾ ഉണ്ടായിരിക്കുകയും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരിക്കുകയും അദ്ദേഹം പൂർണ്ണമായി സജ്ജമാകുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും കുമ്പസാരിച്ച് അതിനുവേണ്ടി നമ്മൾ അദ്ദേഹത്തെ ഒരുക്കണം. മറ്റൊരു സാഹചര്യം ഉണ്ടല്ലോ ചിലപ്പോൾ ചില വ്യക്തികൾ, ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പള്ളി പോയിട്ടൊന്നും, അദ്ദേഹത്തിന് പള്ളിയിലൂടെയൊന്നും വിശ്വാസമില്ല, കടുത്തൊരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഖുർആൻ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യുവജന പ്രായത്തിൽ പുള്ളി ഉടനെ പള്ളിയോടൊക്കെ വിരോധമായി, പുള്ളി നിരീശ്വരവാദിയായി, അങ്ങനെ ഒരു ഈശ്വരനില്ല, പള്ളി പോകില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു ആക്സിഡൻറ്റ് പെട്ട് ഇതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. പക്ഷേ പുള്ളിയുടെ ഭാര്യ നിർബന്ധം പറഞ്ഞു, ഭാര്യ കടുത്ത വിശ്വാസിയാണ്. ഭാര്യയെ നിർബന്ധം പറഞ്ഞ് അച്ഛൻ വന്ന് അദ്ദേഹത്തിന് അന്ത്യകൂദാശ കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അത് ഫലദായകമല്ലേ ഈ ഭാര്യയുടെ വിശ്വാസത്തെ പ്രതി? തീർച്ചയായിട്ടും നമ്മൾ ഫലദായകമാണ്. കാരണം ദൈവത്തിന് മാത്രമേ ഒരാത്മാവിൻ്റെ വ്യാപാരങ്ങൾ അറിയുള്ളൂ. ഇപ്പോൾ എത്ര കടുത്ത നിരീശ്വരവാദികളായിട്ട് ഈ ലോകത്തിൽ നിന്ന് ജീവിച്ച ആളുകളും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ, ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല കാരണം ഇതൊരു പബ്ലിക് ഇതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എത്രയോ ആളുകൾ അവസാന കാലങ്ങളിൽ വളരെ അനുതാപത്തോടു കൂടെ
പലരും ഈ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഈശ്വര നിഷേധിയായിട്ടൊന്നുമല്ല. അവർ ഈശ്വര നിഷേധിയായിട്ട് ജനം പലപ്പോഴും ചാപ്പ കുത്തുന്നതാണ്. അവർ എതിർക്കുന്നത് ഒരു പക്ഷേ ഈ ഈശ്വരനെ കാണാത്ത കുറേ വ്യക്തികൾ ഈ പള്ളിയിൽ പോകുന്നത് കൊണ്ടും ഈശ്വരനില്ലാത്തതുപോലെ ജീവിക്കുന്ന കുറേ ഈ വേണ്ടപ്പെട്ട ആളുകൾ ഈ സഭയിലൊക്കെ കൂടി കടക്കുന്നത്, അല്ലെങ്കിൽ ചില ആളുകളായിട്ട് വഴക്കുണ്ടായി, ഇത്രയൊക്കെ മതി അവർക്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ എതിർസാക്ഷ്യങ്ങൾ കൊണ്ട് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ജീവിതം വേണ്ട മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ മനസാക്ഷിയിലെ ദൈവവുമായിട്ട് വളരെ അടുത്ത ഷോർട്ട് സർക്യൂട്ടുള്ള ആളുകളായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന് മാത്രമേ ഒരാത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യുന്ന ആ ഭാര്യ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാൾ അദ്ദേഹത്തെ ഒരുക്കുന്ന ശുശ്രൂഷിക്കുന്ന ആൾ എന്ന രീതിയിൽ ആ ആൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. മാത്രമല്ല, ഈ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ പുറത്തേക്ക് ഈശ്വര നിഷേധിയായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു ദൈവവിശ്വാസി ആയിരുന്നിരിക്കാം, ഒരു സത്യാന്വേഷിയായിരിക്കാം. ജീവിതത്തിൻ്റെ ചില പ്രത്യേക പ്രശ്നങ്ങളാൽ അദ്ദേഹം ആ യഥാർത്ഥ അന്വേഷിക്കുന്ന സത്യത്തെ ഇവിടെ കാണാണ്ടായതുകൊണ്ട് ഒരു ഭയങ്കര ജീവിതം എല്ലാത്തിനും എതിർത്ത് ജീവിച്ചിരുന്നിരിക്കാം. അപ്പോൾ അത് ഫലദായകമാകുമോ അല്ലയോ എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആ സമൂഹത്തിൻ്റെ ഒരു മെമ്പറാണ് അദ്ദേഹം. നമ്മൾ ഓരോ വ്യക്തിയും ഈ സമൂഹത്തിൽ ഒരു വിശ്വാസിയും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെയും ഉത്തരവാദിത്വം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ ഇങ്ങനെയുള്ള തെറ്റിൽ വന്നു പെട്ടത്. അപ്പോൾ എൻ്റെയും ഒരു ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ കൂദാശ പരികർമ്മം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വൈദികൻ പ്രാർത്ഥിക്കും, ദൈവമേ ഈ മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തിനോട് കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ആ പാപസങ്കീർത്തനം നടത്തുകയും കുമ്പസാരം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം. അച്ഛൻ പറഞ്ഞ മറുപടിയാണ് ഞാൻ എന്നാൽ ചേച്ചിയോട് പറഞ്ഞത്. കാരണം അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് നിരീശ്വരവാദി, വത്തിക്കാൻ കൗൺസിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിരീശ്വരവാദം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒന്നല്ല. ഈശ്വര വിശ്വാസികളുടെ ഈശ്വരോന്മുഖമല്ലാത്ത ജീവിതം കണ്ടിട്ടാണ് ഇവിടെ നിരീശ്വരവാദികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ നിരീശ്വരവാദി ആയത് ഒരുപക്ഷെ എന്നെ പോലെയുള്ള ഈശ്വര വിശ്വാസികളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ വിശ്വാസം തീർച്ചയായും ആത്മാവിന് ഗുണം ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസം കിട്ടിയായിരുന്നത്. ഏതായാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അച്ഛൻ വളരെ വിലയേറിയ ചില കാര്യങ്ങൾ പ്രായോഗികമായി ഈ രോഗീലേപനത്തിൻ്റെ ചില വശങ്ങൾ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിച്ചു. നന്ദി അച്ഛ. രോഗീലേപനം എന്നത് വിശുദ്ധീകരിക്കുന്ന ഒരു കുദാശയാണ്. ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും ഒരുവനെ വിശുദ്ധീകരിച്ച് ഉണർത്തുന്ന ഒരു കുദാശയാണ്. ദൈവോന്മുഖമാക്കുന്ന ഒരു കുദാശയാണ്. ആ കുദാശയെ പുതിയൊരു തരത്തിൽ കാണാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അവസരം തരട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.